ഏറ്റവും നല്ല കലാകാരി ആരെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയാനാകും അത് പ്രകൃതിയാണെന്ന്. പലപ്പോഴും പ്രകൃതി തന്നെയാണ് നമുക്ക് പല കാര്യങ്ങളിലും പ്രചോദനമാകുന്നത്. ഒരു പൂമ്പാറ്റയുടെ മനോഹരമായ അലങ്കാരങ്ങൾ മുതൽ വ്യത്യസ്ത ക്രമത്തിൽ അലങ്കരിച്ച് കിടക്കുന്ന മലനിരകൾ വരെ പ്രകൃതിയുടെ കാവ്യങ്ങൾ വർണ്ണാഭമാണ്. പലപ്പോഴും അത്തരം ഡിസൈനുകൾ മനുഷ്യനിർമ്മിതിക്കായി നാം അനുകരിക്കാറുമുണ്ട്. അതുപോലെ നിറങ്ങൾ വാരി വിതറിയ പോലെ ജൈവലോകത്തേക്കുള്ള ആകാശ കാഴ്ചകളും വിസ്മയിപ്പിക്കുന്നതാണ്. പക്ഷേ നീലാകാശവും നീലക്കടലും ഭൂരിഭാഗം നിറയുന്ന ഭൂമിയിലെ ജൈവലോകത്തിന് നിറം നൽകിയപ്പോൾ നീലനിറത്തിന് പ്രകൃതി അല്പം പിശുക്ക് കാണിച്ചോ എന്ന് സംശയം തോന്നും. അത്രമേൽ കുറവാണ് നീലനിറം ജൈവലോകത്ത്. എന്തായിരിക്കും ഇതിന് കാരണമെന്ന് നോക്കാം. വെൽക്കം, ഇറ്റ്സ് ഇൻഫോടൈം. ഭൂമിയിലെ ഏറ്റവും വലിയ പ്രകാശ സ്രോതസ്സ് സൂര്യനാണ്. പ്രകാശവും അതുമായുള്ള വസ്തുക്കളുടെ ഇടപെടലുമാണ് പലപ്പോഴും നിറങ്ങൾ സൃഷ്ടിക്കുന്നത്. സൂര്യപ്രകാശം എല്ലാ നിറങ്ങളും സംയോജിച്ച് വെള്ള നിറത്തിലാണ് ഉണ്ടാവുന്നത്. ഒരു വസ്തുവിൽ പ്രകാശം വന്നു പതിക്കുമ്പോൾ അതിൽ ചില വേവ് ലെങ്ത് മാത്രം ആ വസ്തു അബ്സോർബ് ചെയ്യുകയും ബാക്കിയുള്ളവ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് ആ വസ്തുവിൻ്റെ നിറമായി നാം കാണുന്നത്. ഉദാഹരണത്തിന്, ഒരു ആപ്പിൾ ചുവപ്പും അതിനടുത്ത തരംഗദൈർഘ്യമുള്ള ചില നിറങ്ങളും പ്രതിഫലിപ്പിക്കുകയും ബാക്കി എല്ലാ നിറങ്ങളും സ്വീകരിക്കുകയും ചെയ്യും. അതിനാൽ അത് ചുവപ്പായി കാണുന്നു. ഒരു വസ്തുവിൻ്റെ നിറം നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം അതിൻ്റെ രാസഘടനയാണ്. ഭൗതികമായ ചില ക്രമങ്ങളും ഘടനകളും നിറങ്ങളുടെ ചില പ്രത്യേക പാറ്റേണുകൾ സൃഷ്ടിക്കാറുണ്ടെങ്കിലും പിഗ്മെൻറ്റ്സ് എന്നറിയപ്പെടുന്ന തന്മാത്രകളാണ് വസ്തുക്കൾക്ക് നിറം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. പ്രകൃതിയിലെ കളറിംഗ് ഏജൻ്റായി പിഗ്മെൻറ്റ്സിനെ കണക്കാക്കാവുന്നതാണ്. ജീവനില്ലാത്ത വസ്തുക്കളിലും ജീവനുള്ള വസ്തുക്കളിലും മൃഗങ്ങൾ, സൂക്ഷ്മാണുക്കൾ എന്നിങ്ങനെ ഒട്ടുമിക്ക വസ്തുക്കൾക്കും നിറം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പിഗ്മെൻറ്റ്സ് ആണ്. ഈ പിഗ്മെൻറ്റ്സ് പ്രകാശത്തിൻ്റെ പ്രത്യേക തരംഗദൈർഘ്യങ്ങളെ ആഗിരണം ചെയ്യുകയും മറ്റുള്ളവയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ നിറങ്ങൾ സൃഷ്ടിക്കുന്നു. സസ്യങ്ങളിൽ ക്ലോറോഫിൽ, കരോട്ടിനോയിഡുകൾ, ആന്തോസയാനിനുകൾ തുടങ്ങിയ പിഗ്മെൻറ്റുകൾ ഈ ധർമ്മം വഹിക്കുന്നു. ഉദാഹരണത്തിന്, ക്ലോറോഫിൽ പ്രകാശ സംശ്ലേഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇത് സ്പെക്ട്രത്തിൻ്റെ നീല, ചുവപ്പ് ഭാഗങ്ങളിൽ പ്രകാശത്തെ ആഗിരണം ചെയ്യുകയും പച്ചയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അതിലൂടെ സസ്യങ്ങൾക്ക് അവയുടെ സ്വാഭാവിക നിറം നൽകുന്നു. പ്രകാശം ആഗിരണം ചെയ്യുന്നതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡിനെയും ജലത്തെയും ഗ്ലൂക്കോസ് ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ഇത് ഭൂമിയിലെ മിക്ക ജീവജാലങ്ങളുടെയും ഊർജ്ജത്തിൻ്റെ പ്രാഥമിക ഉറവിടമാണ്. മൃഗങ്ങളിൽ പിഗ്മെൻറ്റുകൾ ക്യാമഫ്ലാജ് മുതൽ മെയ്റ്റിംഗ് ഡിസ്പ്ലേസും സിഗ്നലുകളും വരെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, മനുഷ്യൻ്റെ ചർമ്മം, മുടി, കണ്ണുകൾ എന്നിവയിലെ മെലാനിൻ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇത് ഹാനികരമായ തരംഗദൈർഘ്യം ആഗിരണം ചെയ്യുകയും DNA കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ കരോട്ടിനോയിഡുകൾ, ടെറിഡൈനുകൾ തുടങ്ങിയ പിഗ്മെൻറ്റുകൾ പക്ഷിത്തൂവലുകളിലും മീൻ ചെതുമ്പലുകളിലും വൈവിധ്യമാർന്ന നിറങ്ങൾക്ക് കാരണമാകുന്നു. ഇത് പലപ്പോഴും ഇണകളെ ആകർഷിക്കുന്നതിനോ ഫിറ്റ്നസ് സിഗ്നൽ നൽകുന്നതിനോ ഉപയോഗിക്കുന്നു. ചില പിഗ്മെൻറ്റുകൾ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഫ്ലെമിംഗോസിന് കരോട്ടിനോയിഡ് അടങ്ങിയ ആൽഗകളിൽ നിന്നും ഷ്രിംസിൽ നിന്നും പിങ്ക് നിറം ലഭിക്കുന്നു. ചില സൂക്ഷ്മാണുക്കളും പിഗ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നു. ഇത് പലപ്പോഴും നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടിയായിരിക്കാം. സയനോബാക്ടീരിയ പോലുള്ള ഫോട്ടോസിന്തസിസ് ബാക്ടീരിയകൾ പ്രകാശ സംശ്ലേഷണത്തിനായി പ്രകാശോർജ്ജം പിടിച്ചെടുക്കാൻ ഫൈക്കോസയാനിൻ, ഫൈക്കോറെത്രിൻ തുടങ്ങിയ പിഗ്മെൻറ്റുകൾ ഉപയോഗിക്കുന്നു. കൂടാതെ ഫംഗസുകളിലെയും ബാക്ടീരിയകളിലെയും പിഗ്മെൻറ്റുകൾക്ക് അൾട്രാവയലറ്റ് വികിരണം, ഓക്സിഡേറ്റീവ് കേടുപാടുകൾ എന്നിവ പോലുള്ള പാരിസ്ഥിതിക സമ്മർദ്ദങ്ങൾക്കെതിരെ കവചമായി പ്രവർത്തിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ചില ഫംഗികളിലെ മെലാനിൻ റേഡിയോ ആക്റ്റീവ് ഉൾപ്പെടെയുള്ള കഠിനമായ ചുറ്റുപാടുകളിൽ അതിജീവിക്കാൻ സഹായിക്കുന്നു. അവയുടെ ജീവശാസ്ത്രപരമായ റോളുകൾക്കപ്പുറം പിഗ്മെൻറ്റുകൾ പാരിസ്ഥിതിക ഇടപെടലുകളെയും സ്വാധീനിക്കുന്നു. തിളക്കമാർന്ന നിറമുള്ള പൂക്കൾ തേനീച്ചകളും ചിത്രശലഭങ്ങളും പോലുള്ള ജീവികളെ ആകർഷിക്കുന്നു. ഇത് സസ്യങ്ങളുടെ പ്രത്യുൽപാദന വിജയം ഉറപ്പാക്കുന്നു. അതുപോലെ പോയിസൺ ഡാർട്ട് തവളകൾ പോലുള്ള ചില മൃഗങ്ങളുടെ ശ്രദ്ധേയമായ നിറം അവയുടെ വിഷാംശം വേട്ടയാടാൻ സാധ്യതയുള്ള മൃഗങ്ങൾക്കൊരു മുന്നറിയിപ്പായി വർത്തിക്കുന്നു. സാരാംശത്തിൽ, പിഗ്മെൻറ്റുകൾ വർണ്ണത്തിൻ്റെ ഏജൻറ്റുകൾ മാത്രമല്ല, ജീവജാലങ്ങളുടെ അതിജീവനത്തിനും ആശയവിനിമയത്തിനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും അവിഭാജ്യമാണ്. പിഗ്മെൻറ്റുകളുടെ അഭാവത്തിൽ ഘടനാപരമായ ക്രമീകരണങ്ങൾക്ക് പ്രകാശത്തിൻ്റെ കൃത്രിമത്വത്തിലൂടെ പ്രകൃതിയിൽ ശ്രദ്ധേയമായ നിറങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. സ്ട്രക്ചറൽ കളേഴ്സ് എന്നറിയപ്പെടുന്ന ഈ നിറങ്ങൾ പ്രത്യേക രീതിയിൽ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയോ ചിതറിക്കുകയോ അല്ലെങ്കിൽ റിഫ്രാക്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സൂക്ഷ്മഘടനകളുടെ ഫലമായുണ്ടാകുന്നവയാണ്. ഉദാഹരണത്തിന്, മോർഫോ ചിത്രശലഭത്തിൻ്റെ ചിറകുകളുടെ നീല നിറം പിഗ്മെൻറ്റുകളിൽ നിന്നല്ല, മറിച്ച് അവയുടെ ചിറകുകളുടെ സ്കെയിലുകളിലെ നാനോ സ്കെയിൽ റിഡ്ജസുകളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് പ്രകാശതരംഗങ്ങളെ തടസ്സപ്പെടുത്തുകയും ഒരു വർണ്ണാഭമായ നീല നിറം ഉണ്ടാക്കുകയും ചെയ്യുന്നു.
അതുപോലെ ഒരു മാൻഡലിൻ്റെ രോമങ്ങളിലോ ചില ജമ്പിംഗ് സ്പൈഡറുകളുടെ ശരീരത്തിലോ കാണുന്ന ഉജ്ജ്വലമായ നീല നിറം നീല പിഗ്മെൻറ്റുകളേക്കാൾ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്ന സൂക്ഷ്മഘടനകളുമായി പ്രകാശം ഇടപഴകുന്നതിൻ്റെ ഫലമാണ്. സ്ട്രക്ചറൽ കളേഴ്സ് പലപ്പോഴും ഡൈനാമിക് ആയിരിക്കും. പലപ്പോഴും പ്രകാശത്തിൻ്റെ കോണിനെയും നിരീക്ഷകൻ്റെ വീക്ഷണത്തെയും ആശ്രയിച്ച് വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രതിഭാസം മയിലുകൾ, ചില വണ്ടുകൾ തുടങ്ങിയ ജീവികളിൽ ദൃശ്യമാണ്. ഇവയുടെ ഘടനാപരമായ വർണ്ണം ഇണചേരൽ പ്രദർശനങ്ങൾക്കോ പ്രതിരോധത്തിനോ ഉള്ള ദൃശ്യപ്രഭാവം വർദ്ധിപ്പിക്കുന്നു. കൗതുകകരമെന്ന് പറയട്ടെ, ധ്രുവക്കരടികളെ പോലുള്ള മൃഗങ്ങൾ പോലും വെളുത്തതായി കാണപ്പെടുന്നതിന് കാരണം ഇതാണ്. അവയുടെ രോമങ്ങൾ പൊള്ളയായതും പിഗ്മെൻറ്റുകളില്ലാതെ സുതാര്യമായതുമായിരിക്കുന്നു. അത് പ്രകാശം സ്കാറ്റർ ചെയ്യിക്കുന്നു. മഞ്ഞ് നിറഞ്ഞ അന്തരീക്ഷവുമായി ഇഴചേരുന്ന വെളുത്ത നിറം നൽകുന്നു. രാസപരവും ഘടനാപരവുമായ ഘടകങ്ങൾ കാരണം പ്രകൃതിയിൽ, പ്രത്യേകിച്ചും ജീവജാലങ്ങളിൽ, നീല നിറം അപൂർവമായ നിറങ്ങളിൽ ഒന്നാണ്. പലപ്പോഴും വൈവിധ്യമാർന്ന പിഗ്മെൻറ്റുകളിൽ നിന്ന് ഉരുത്തിരിയുന്ന മറ്റ് നിറങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ട്രൂ ബ്ലൂ പിഗ്മെൻറ്റുകൾ വളരെ അപൂർവമാണ്. ചുവപ്പ്, മഞ്ഞ, പച്ച എന്നിവയ്ക്ക് കാരണമാകുന്ന പിഗ്മെൻറ്റുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സസ്യങ്ങളിലെ ആന്തോസയാനിൻ അല്ലെങ്കിൽ ചില മൃഗങ്ങളിൽ ബിലേവേർഡിൻ പോലുള്ള നീല ഉൽപ്പാദിപ്പിക്കുന്ന പിഗ്മെൻറ്റുകൾ രാസപരമായി സങ്കീർണവും താരതമ്യേന അസാധാരണവുമാണ്. ജീവജാലങ്ങളിൽ ഈ പിഗ്മെൻറ്റുകളുടെ ഉൽപ്പാദനം തരംഗദൈർഘ്യങ്ങളുടെ ഇടുങ്ങിയ ശ്രേണിയിൽ പ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന പ്രത്യേക തന്മാത്രാ ക്രമീകരണങ്ങളുടെ ദൗർലഭ്യം മൂലം മറ്റ് പിഗ്മെൻറ്റുകളെപ്പോലെ രാസപരമായി കാര്യക്ഷമമോ വ്യാപകമോ അല്ല. രസകരമെന്ന് പറയട്ടെ, പ്രകൃതിയിൽ നാം കാണുന്ന നീല നിറത്തിലുള്ള പല ജൈവവസ്തുക്കളും പിഗ്മെൻറ്റുകളുടെ ഫലമല്ല, പകരം പ്രകാശത്തെ കൈകാര്യം ചെയ്യുന്ന സൂക്ഷ്മഘടനകളുടെ ഫലമാണ്. തൂവലുകൾ, സ്കെയിലുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്നിവയിലെ നാനോ സ്ട്രക്ചറുകൾ പോലെയുള്ള വസ്തുക്കളുടെ സൂക്ഷ്മ ക്രമീകരണങ്ങളുമായുള്ള പ്രകാശത്തിൻ്റെ പ്രതിപ്രവർത്തനത്തിൽ നിന്നാണ് ഈ ഘടനാപരമായ നിറങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് മയിലുകളുടെ തൂവലുകളുടെ തിളക്കമാർന്ന നീല നിറം അല്ലെങ്കിൽ ഒരു മോർഫോ ചിത്രശലഭത്തിൻ്റെ വർണ്ണാഭമായ ചിറകുകൾ ഈ ഘടനകൾ മൂലമുണ്ടാകുന്ന പ്രകാശതരംഗങ്ങളുടെ സ്കാറ്ററിങ്ങും ഇടപെടലും മൂലമാണ്. സ്ട്രക്ചറൽ കളറേഷൻ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം നീല പിഗ്മെൻറ്റുകളെ ആശ്രയിക്കുന്നില്ല, മറിച്ച് പ്രകാശം പ്രതിഫലിപ്പിക്കുകയും റിഫ്രാക്റ്റ് ചെയ്യുന്ന രീതിയിലൂടെ നീലയുടെ ഒരു പെർസെപ്ഷൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പിഗ്മെൻറ്റുകളേക്കാൾ ഘടനാപരമായ വർണ്ണത്തെ ആശ്രയിക്കുന്നതിൻ്റെ പ്രധാന കാരണം കെമിക്കൽ സിന്തസിസിൻ്റെ വെല്ലുവിളികളായിരിക്കാം. നീല ഉൽപ്പാദിപ്പിക്കുന്ന പിഗ്മെൻറ്റുകൾക്ക് പ്രത്യേക തന്മാത്രാ ബോണ്ടുകൾ ആവശ്യമാണ്. അത് നീലയെ പ്രതിഫലിപ്പിക്കുമ്പോൾ ചുവപ്പും പച്ചയും തരംഗദൈർഘ്യം ആഗിരണം ചെയ്യുന്നു. ഈ പ്രക്രിയ രാസപരമായി ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് സയനോ ബാക്ടീരിയയിലും ചില ആൽഗകളിലും കാണപ്പെടുന്ന ഫൈക്കോസയാനിൻ എന്ന പിഗ്മെൻറ്റ് ഒരു നീല നിറമുണ്ടാക്കുന്നു. പക്ഷേ അത് ചില പ്രത്യേക ജീവികളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു. മിക്ക ജീവജാലങ്ങൾക്കും അത്തരം പിഗ്മെൻറ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഉപാപചയ പാതകളില്ല. സസ്യങ്ങളിൽ ഹൈഡ്രേഞ്ചിയകളോ ബ്ലൂബെല്ലുകളോ പോലെയുള്ള നീല പൂക്കൾ പലപ്പോഴും pH മാറ്റങ്ങളിലൂടെയോ മെറ്റൽ അയോൺ ഇടപെടലുകളിലൂടെയോ ആന്തോസയാനിൻ പോലുള്ള സാധാരണ പിഗ്മെൻറ്റുകൾ പരിഷ്കരിച്ചാണ് അവയുടെ നിറം കൈവരിക്കുന്നത്. ഇവിടെയും നീല നിറം മറ്റ് നിറങ്ങളെക്കാൾ സ്ഥിരത കുറവും നിലനിർത്താൻ കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതുമാണ്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നീല പിഗ്മെൻറ്റുകളുടെ അപൂർവതയ്ക്ക് പരിണാമപരമായ കാരണങ്ങളും ഉണ്ടാകാം. ഘടനാപരമായ നിറം ഉപയോഗിച്ച് നീലയുടെ രൂപം സൃഷ്ടിക്കാൻ പല ജീവികളും പൊരുത്തപ്പെട്ടു. കാരണം ഇത് നിരവധി ഗുണങ്ങൾ നൽകുന്നു. അൾട്രാവയലറ്റ് പ്രകാശത്തിന് കീഴിലോ ഉപാപചയ പ്രക്രിയകളിലൂടെയോ നശിക്കുന്ന പിഗ്മെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഘടനാപരമായ നിറങ്ങൾ കാലക്രമേണ മങ്ങുന്നില്ല. ഈ ഡ്യൂറബിലിറ്റി മേറ്റിംഗ് ഡിസ്പ്ലേ സിഗ്നൽസിനോ അല്ലെങ്കിൽ വേട്ടയാടുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതോ പോലുള്ള ഒരു പരിണാമ തന്ത്രമായ ഈ രീതിയിൽ നീലയെ ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നു. പച്ച, തവിട്ട്, ചുവപ്പ്, മഞ്ഞ തുടങ്ങിയ തിളക്കമുള്ള നിറങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രകൃതിയിൽ നീലയുടെ പരിണാമപാത ഇടുങ്ങിയതാണ്. പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ടുള്ള ബന്ധം കാരണം പച്ച പ്രകൃതിദത്ത ലോകത്ത് സർവ്വവ്യാപിയാണ്. ക്ലോറോഫില്ലിൻ്റെ പച്ച പിഗ്മെൻറ്റ് സസ്യങ്ങളെ സൂര്യപ്രകാശം കാര്യക്ഷമമായി പിടിച്ചെടുക്കുവാൻ അനുവദിക്കുന്നു. സസ്യജാലങ്ങളാൽ ആധിപത്യം പുലർത്തുന്ന ഭൂമിയുടെ ഭൂപ്രകൃതിയിൽ തടസ്സമില്ലാതെ ലയിക്കുന്നു. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം പച്ചനിറം മറയ്ക്കുന്നതിനുള്ള ഒരു മികച്ച രൂപം നൽകുന്നു. പ്രത്യേകിച്ച് കാടുകളോ പുല്ലുകളോ ഉള്ളതോ ആയ ചുറ്റുപാടുകളിൽ വേട്ടക്കാരെ ഒഴിവാക്കുന്നതിനോ ഇരയെ പിന്തുടരുന്നതിനോ പശ്ചാത്തലത്തിൽ കൂടിച്ചേരേണ്ടത് അത്യാവശ്യമാണ്. തവിട്ട് നിറവും മറ്റിരുണ്ട് നിറങ്ങളും ക്യാമഫ്ലാജിന് പരിണാമപരമായ ഗുണങ്ങൾ നൽകുന്നു. എർത്ത് ടോണുകളും മണ്ണിൻ്റെയും മരങ്ങളുടെ പുറന്തൊലിയുടെയും നിഴലുകളുടെയും നിറങ്ങളെ ആശ്രയിക്കുന്നതിലൂടെ വിവിധ ആവാസ വ്യവസ്ഥകളിൽ മികച്ച സംരക്ഷണം നൽകുന്നു. പ്രാണികൾ മുതൽ വലിയ സസ്തനികൾ വരെയുള്ള പല മൃഗങ്ങളിൽ ഈ നിറങ്ങൾ ഒരു പ്രതിരോധ സംവിധാനമായി പരിണമിച്ചിരിക്കുന്നു. ഇത് അവയുടെ പരിസ്ഥിതിയിൽ തിരിച്ചറിയപ്പെടാതെ തുടരാൻ അനുവദിക്കുന്നു. വനങ്ങളിൽ പ്രകാശത്തിൻ്റെയും നിഴലിൻ്റെയും പരസ്പര ബന്ധം പലപ്പോഴും ഇരുണ്ട നിറങ്ങളെ അതിജീവനത്തിന് അനുയോജ്യമാക്കുന്നു. ഇത് പ്രകൃതിദത്തമായ ക്യാമഫ്ലാജ് കളർ എന്ന നിലയിൽ നീലയുടെ പരിണാമ ആവശ്യകതയെ കൂടുതൽ കുറയ്ക്കുന്നു. മറുവശത്ത് തിളക്കമുള്ള നിറങ്ങൾ സിഗ്നലിങ്ങിലും ആശയവിനിമയത്തിലും നിർണായക പങ്ക് വഹിക്കുന്നു.
തേനീച്ചകൾ, പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങിയ പരാഗണത്തെ ആകർഷിക്കാൻ പൂക്കൾ ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എന്നിവ ഉപയോഗിച്ച് പ്രത്യുൽപാദന വിജയം ഉറപ്പാക്കുന്നു. അതുപോലെ മൃഗങ്ങൾ ഈ നിറങ്ങൾ കോർട്ട്ഷിപ്പ് ഡിസ്പ്ലേകൾക്കായി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ പോയിസൺ തവളകളോ മൊണാർക്ക് ചിത്രശലഭങ്ങൾ പോലെ വിഷാംശത്തെക്കുറിച്ച് വേട്ടക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഈ നിറങ്ങൾ പരിണാമപരമായി അനുകൂലമാണ്, കാരണം അവ വ്യക്തവും ഉയർന്ന ദൃശ്യതീവ്രതയുള്ളതുമായ സിഗ്നലുകൾ നൽകുന്നു. ഇത് ഇണകളായാലും പരാഗണകാരികളായാലും ഉദ്ദേശിച്ച പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഈ സന്ദർഭങ്ങളിൽ നീലയ്ക്ക് ഒരു പോരായ്മയുണ്ട്. അത് പച്ചയോ തവിട്ട് നിറമോ പോലെയുള്ള അതേ അളവിലുള്ള ക്യാമഫ്ലാജ് വാഗ്ദാനം ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സിഗ്നലിംഗ് ആവശ്യങ്ങൾക്കായി ഇത് തിളക്കമുള്ള ചുവപ്പും മഞ്ഞയും പോലെ ഫലപ്രദമായി വേറിട്ട് നിൽക്കുന്നില്ല. നീല പ്രയോജനകരമായേക്കാവുന്ന പരിസ്ഥിതികൾ പരിമിതമാണ്. ചില ഉഷ്ണമേഖല അല്ലെങ്കിൽ ജല ആവാസ വ്യവസ്ഥകൾ നീലയ്ക്ക് വെള്ളത്തെയോ ആകാശത്തെയോ അനുകരിക്കാൻ കഴിയും. എന്നിരുന്നാലും യഥാർത്ഥ നീല പിഗ്മെൻറ്റുകൾ അപൂർവവും ഉപാപചയപരമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് ചിലവേറിയതുമായതിനാൽ അതിൻ്റെ പങ്ക് പലപ്പോഴും ഘടനാപരമായ വർണ്ണത്താൽ മാറ്റി സ്ഥാപിക്കപ്പെടുന്നു. അതേസമയം മറ്റു നിറങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നീല പ്രകൃതിയിൽ താരതമ്യേന അപൂർവമാണെങ്കിലും അത് പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല. ചില സന്ദർഭങ്ങളിൽ അതുല്യമായ പരിണാമ നേട്ടങ്ങൾ നൽകാൻ കഴിയും. ബ്ലൂ ഫൂട്ടഡ് ബോബിയുടെ വർണ്ണാഭമായ നീലക്കാലുകൾ ഇതിനുദാഹരണമാണ്. ഊർജ്ജസ്വലമായ ഈ നീലക്കാലുകൾ ആകർഷണത്തിലും സിഗ്നലിങ്ങിലും നീലനിറം എങ്ങനെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് തെളിയിക്കുന്നു. ഈ പക്ഷികളിൽ നീലക്കാലുകളുടെ തെളിച്ചം ആരോഗ്യത്തിൻ്റെയും ജനിതകക്ഷമതയുടെയും അടയാളമാണ്. മറ്റു നിറങ്ങളാൽ സമ്പന്നമായ ചുറ്റുപാടുകളിൽ വേറിട്ടും ശ്രദ്ധേയമായും നിൽക്കുന്നതിലൂടെ കൂടുതൽ സ്പഷ്ടമായ നീല ഇണകൾക്ക് കൂടുതൽ ആകർഷകമാകുന്നു. ഈ സെലക്റ്റീവ് പ്രഷർ ചില മൃഗങ്ങളിൽ പ്രത്യുൽപാദന വിജയത്തിൻ്റെ സൂചകമായി നീലയ്ക്ക് ഒരിടമുണ്ടാക്കി. ജലപരിസ്ഥിതികൾ നീലയുടെ പ്രയോജനത്തെ കൂടുതൽ എടുത്തു കാണിക്കുന്നു. ചില മത്സ്യങ്ങൾ, ഞണ്ടുകൾ, കിങ്ഫിഷർ പോലെയുള്ള പക്ഷികൾ എന്നിങ്ങനെയുള്ള ചില സമുദ്രജീവികളും അതിശയിപ്പിക്കുന്ന നീലനിറം പ്രകടമാക്കുന്നു. കരയിൽ നിന്ന് വ്യത്യസ്തമായി പ്രകാശം ഫിൽട്ടർ ചെയ്യുന്ന വെള്ളത്തിൽ നീലയാണ് ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്ന നിറങ്ങളിലൊന്ന്. ഇത് ആശയവിനിമയത്തിനോ ഇണചേരലിനോ പ്രയോജനകരമാകുന്നു. ഈ സ്പീഷീസുകളിലെ നീല നിറങ്ങൾക്ക് പലപ്പോഴും കാരണമാകുന്ന ഘടനാപരമായ വർണ്ണം വെല്ലുവിളി നിറഞ്ഞ ജലസാഹചര്യങ്ങളിൽ പോലും നിറം മങ്ങാതെ ഊർജ്ജസ്വലവും മോടിയുള്ളതുമായി നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു. മാത്രമല്ല, നീലയുടെ അപൂർവത ആവാസവ്യവസ്ഥയിൽ ഒരു നേട്ടമായിരിക്കാം. അവിടെ അതിൻ്റെ സാന്നിധ്യം ഒരു സവിശേഷമായ സൗന്ദര്യാത്മക ആകർഷണം സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന് ബ്ലൂ ജെയ്സ് പോലെയുള്ള പക്ഷികൾ അല്ലെങ്കിൽ നീല മോർഫോ പോലെയുള്ള ചിത്രശലഭങ്ങൾ ഇവയുടെ ചുറ്റുപാടുകൾക്കെതിരെ, പ്രത്യേകിച്ച് ഇടതൂർന്ന സസ്യങ്ങളുടെ ആവാസവ്യവസ്ഥയ്ക്കുള്ളിൽ വേറിട്ട് നിൽക്കാൻ നീലയെ ആശ്രയിക്കുന്നു. നീലനിറം മറയ്ക്കുന്നതിന് അനുയോജ്യമല്ലെങ്കിലും ഇണചേരൽ അല്ലെങ്കിൽ സിഗ്നലിംഗ് ആവശ്യങ്ങൾക്കായി ശ്രദ്ധ ആകർഷിക്കുന്നതിന് ഒരു പരിധിവരെ ഫലപ്രദമാണ്. ചുരുക്കത്തിൽ, പച്ചയോ തവിട്ട് നിറമോ പോലെ പ്രകൃതിലോകത്ത് നീല ആധിപത്യം പുലർത്തുന്നില്ലെങ്കിലും പരിണാമപരമായ റോളുകളിൽ അത് പരിമിതമല്ല. പകരം അതിൻ്റെ അപൂർവത പലപ്പോഴും അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ശരിയായ പാരിസ്ഥിതികവും പെരുമാറ്റപരവുമായ സന്ദർഭങ്ങളിൽ അതിനെ മൂല്യവത്തായതും ശ്രദ്ധേയവുമായ ഒരു സവിശേഷതയാക്കുന്നു. പിഗ്മെൻറ്റുകളിലൂടെയോ ഘടനാപരമായ വർണ്ണങ്ങളിലൂടെയോ ആകട്ടെ, നീല പ്രകൃതിയിൽ അതിൻ്റെ സ്ഥാനം കണ്ടെത്തുന്നത് തുടരുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു പരിണാമ നേട്ടമായി നിലകൊള്ളുന്നു. എന്നാൽ ഈ നിറങ്ങളെക്കുറിച്ചുള്ള ഒരു അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ ഇവ മനുഷ്യർക്ക് മാത്രമാണ് ഈ രീതിയിൽ ദൃശ്യമാകുന്നത്. നിറത്തെക്കുറിച്ചുള്ള ധാരണ ഓരോ ജീവിവർഗത്തിനും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. നായ്ക്കളെ പോലുള്ള ചില മൃഗങ്ങൾ കൂടുതൽ പരിമിതമായ നിറങ്ങളെ കാണുന്നുള്ളൂ. മറ്റ് ചിലവ, അതായത് പക്ഷികൾ, ചിത്രശലഭങ്ങൾ എന്നിവയ്ക്ക് അൾട്രാവയലറ്റും മറ്റ് തരംഗദൈർഘ്യങ്ങളും മനുഷ്യൻ്റെ കാഴ്ചയ്ക്ക് അതീതമായി കാണാൻ കഴിയും. നമുക്ക് ഗ്രഹിക്കാൻ പോലും കഴിയാത്ത നിറങ്ങളും പാറ്റേണുകളുമുള്ള ഈ സൃഷ്ടികൾക്ക് ലോകം എത്രമാത്രം ഊർജ്ജസ്വലവും അസാധാരണവുമായി ദൃശ്യമാകുന്നുവെന്ന് സങ്കല്പിക്കാൻ പോലും ആവില്ല. വ്യത്യസ്ത ജീവജാലങ്ങൾ അവയുടെ ചുറ്റുമുള്ള ലോകത്തെ അനുഭവിക്കുന്ന വൈവിധ്യമാർന്ന ജീവിതത്തെക്കുറിച്ചും അതുല്യമായ വഴികളെക്കുറിച്ചും വിനീതമായ ഓർമ്മപ്പെടുത്തലാണിത്. പ്രകൃതി, ശാസ്ത്രലോകം, ബഹിരാകാശം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ആസ്വാദികരമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.